Meet the editors. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യത്തിൽ സുപ്രീം കോടതി വ്യാഴാഴ്ചയും വാദം കേൾക്കും. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ 2 വർഷമെടുത്തത് നല്ലതല്ലെന്നായിരുന്നു ഇഡിക്ക് സുപ്രീം കോടതിയുടെ വിമർശനം. അസാധാരണ കേസിൽ പ്രത്യേക അധികാരം പ്രയോഗിച്ചാണ് തിരഞ്ഞെടുപ്പ് ഇടക്കാല ജാമ്യം നൽകുന്നത് പരിഗണിക്കുന്നതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഇടക്കാല ജാമ്യം നൽകുന്നത് പരിഗണിക്കരുതെന്ന ഇഡിയുടെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. ചോദ്യം ഇതാണ്: കെജ്രിവാളിന് പ്രതീക്ഷിക്കാമോ? സുജയ, സുപ്രീം കോടതി ഇതിനകത്തൊരു എനിക്കൊന്ന് സൂചന നൽകിയിട്ടുണ്ട്. ഇടക്കാല ജാമ്യം നൽകുന്നത് പരിഗണിക്കുകയാണ്. പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ്. അദ്ദേഹം ഒരു ഹബിച്വൽ ഒഫൻഡർ അല്ല, അദ്ദേഹം ഒരു ഇലക്റ്റഡ് CM ആണ് എന്നുള്ളത് ഓർമ്മിക്കണം എന്നാണ് ഇഡിയോട് പറഞ്ഞിരിക്കുന്നത്. എതിർക്കാൻ ആവശ്യമായ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും വ്യാഴാഴ്ച ഇടക്കാല ജാമ്യം അനുവദിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രതീക്ഷിക്കാമോ? തീർച്ചയായും ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യത അത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കോടതി അതിനൊരു കൃത്യമായ ഹിന്റ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. മദ്യനയ കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കില്ല, ഒരു കാര്യങ്ങളിലും പ്രത്യേകിച്ച് ഒരു സൈനിങ്ങിലേക്കും പോകില്ല എന്ന് ഉറപ്പ് നൽകണം. അതാണ് കെജ്രിവാളിന് മുന്നിൽ വെച്ചിരിക്കുന്ന ഡിമാൻഡ്. കെജ്രിവാളിന് ഇപ്പോൾ ആവശ്യം എന്താണ്? ആം ആദ്മി പാർട്ടിക്ക് സ്വാധീനമുള്ള എല്ലാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അടിയന്തരമായി അതിൻ്റെ ഒരു ലീഡർഷിപ്പ് വഹിക്കാനായി കെജ്രിവാൾ ഒരു ഫിസിക്കൽ പ്രസൻസ് അത്യാവശ്യമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ആം ആദ്മി പാർട്ടി ഒരു ചരട് പൊട്ടിയ വട്ടം പോലെ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ക്യാമ്പയിൻ നടക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു സെൻട്രൽ പോയിന്റ് മിസ്സിംഗ് ആണ്. ആ ഒരു സെൻട്രൽ പോയിന്റായി കെജ്രിവാളിന് അതിനെ ഹോൾഡ് ചെയ്ത് നിർത്തണം. അതാണ് അർജന്റ് നീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് കെജ്രിവാളിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും ഇമ്മീഡിയറ്റ് നീഡ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ചുമതല നിർവഹിക്കുക എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ കെജ്രിവാളിനെ സംബന്ധിച്ചോളം സെക്കൻഡറി ആണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് കുറേ ഫയലുകൾ തീർപ്പാക്കാനുണ്ട്. അപ്പോൾ ആ ഫയലുകളിൽ ഒപ്പിട്ടിട്ടില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ പ്രശ്നമുണ്ടാക്കാൻ വരരുത്. സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും പല പദ്ധതികളുടെയും നീക്കുപോക്ക് തടസ്സപ്പെട്ടു നിൽക്കുകയാണ്. അപ്പോൾ കെജ്രിവാൾ വന്നതിന് ശേഷം ഈ ഭരണനിർവഹണം പാടില്ല എന്ന് സുപ്രീം കോടതി വെച്ചതുകൊണ്ട് അതിനെ ആയുധമാക്കിക്കൊണ്ട് ലഫ്റ്റനന്റ് ഗവർണർ തിരിച്ചിങ്ങോട്ട് പണി തരരുത് എന്ന ഒരു ആവശ്യം കൂടി അവിടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും അടങ്ങിയ ബെഞ്ച് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സിംഗ്വി പറഞ്ഞ ഒരു കാര്യം അവർ ശരിവെച്ചു എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ജാമ്യം ലഭിക്കുന്നതിലേക്ക് അത് വഴി തുറക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് കെജ്രിവാൾ സമൂഹത്തിന് ഭീഷണിയായ അങ്ങനെ ഒരു ഒഫൻസ് ചെയ്ത ഒരാളായി ഇതുവരെയും പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു കേസ് കൂടാതെ ഒരു സ്ഥിരം കുറ്റവാളിയായോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒഫൻസ് എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഒരു ഭീഷണിയായി നിന്നിട്ടുള്ള ഒരാളല്ല എന്നുള്ള ഒരു കാര്യം അവിടെ നിൽക്കുന്നു. അതൊരു വാലിഡ് പോയിന്റ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല ഇഡിയോട് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് അറസ്റ്റ് ചെയ്തത് എന്തിനാണ് എന്ന് വിശദീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു നോട്ടീസ് കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യത്തിലും ഒരു തീർപ്പാകേണ്ടതുണ്ട്. പിന്നെ ഈ റോസവന്യൂ കോടതി മെയ് 20 വരെ കസ്റ്റഡി കാലാവധി നീട്ടിയിട്ടുണ്ട്. അപ്പോൾ വ്യാഴാഴ്ച അനുകൂലമായ ഒരു ഉത്തരവ് നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കെജ്രിവാളിൻ്റെ കാര്യം കുറച്ച് പരിങ്ങലിലാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രിയാണ് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ചുമതല നിർവഹിക്കാൻ കഴിയാത്ത ഒരു കെജ്രിവാൾ അതിനെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ മറുഭാഗത്ത് എന്തായാലും BJP കൊണ്ടുവരുമെന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് വെച്ച് ഗവർണർ ഒരു ടൂളാണ്. അവിടെ ഡൽഹിയിൽ ലഫ്റ്റനന്റ് ഗവർണറെ ഒരു ടൂളാക്കി ഉപയോഗിക്കുന്നത് അത് കെജ്രിവാൾ പുറത്തിറങ്ങുമ്പോൾ ഒരു തിരിച്ചടിയാണ്. ആ തിരിച്ചടിയെ കവറപ്പ് ചെയ്യാനായി അങ്ങനെ ഒരു മെക്കാനിസം കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയും കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല ഈ ശരത് റെഡ്ഡിയുടെ കയ്യിലുള്ള ഫയലുകൾ ഇനി അതിന്മേലാണ് കേസ് കിടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള വ്യവസായിയാണ്. അയാളെ കഴിഞ്ഞ 2023 നവംബറിലാണ് ശരത് റെഡ്ഡിയെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ശരത് റെഡ്ഡിയുടെ കയ്യിലുള്ള ഫയലുകൾ അതിൽ കൃത്യമായിട്ടുള്ള എവിഡൻസ് ഉണ്ട് എന്നുള്ള പോയിന്റിലാണ് ED പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഫയലുകൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ വ്യാഴാഴ്ച ചിലപ്പോൾ വിധി മറിച്ചാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പക്ഷേ ഇതിൽ ഒരു 70-30 ആണ് ഞാൻ കാണുന്ന ചാൻസ്. 70% ജാമ്യം കിട്ടാനായിട്ടുള്ള ഒരു സൂചന ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വാദം പ്രതീക്ഷ നൽകുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അസാധാരണ സാഹചര്യത്തിൽ അസാധാരണമായ തീരുമാനം എന്നുള്ളതാണ് സുപ്രീം കോടതി ഈ വിഷയത്തിലെടുത്തിരിക്കുന്ന തീരുമാനത്തിലൂടെ കാണേണ്ടത്. നോക്കൂ, ഇതിനകത്ത് ഇങ്ങനെയൊരു ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലില്ല. ഇടക്കാല ജാമ്യം നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലില്ല. സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം നേരത്തെ വിചാരണ കോടതിയും ഹൈക്കോടതിയും തള്ളിയ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ഹർജിയിലാണ് വാദം കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഘട്ടത്തിൽ അഡീഷണൽ സോളിസിറ്റർ ജനറലായിരുന്ന SV രാജുവിനോട് സുപ്രീം കോടതി ചോദിക്കുകയാണ്,
ഇതിങ്ങനെ നീണ്ടു പോവുകയാണ് എങ്കിൽ, തെരഞ്ഞെടുപ്പ് 22-ാം തീയതിയാണല്ലോ ഡൽഹിയിൽ, ഇങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ നമുക്ക് ഇടക്കാല ജാമ്യ ഹർജി പരിഗണിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഇടക്കാല ജാമ്യ ഹർജി സ്വമേധയാ സുപ്രീം കോടതി എടുക്കുകയാണ് എന്നുള്ളതാണ്. നോക്കൂ, സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇല്ലാത്ത ഒരു ഹർജിയാണ് സുപ്രീം കോടതി ഇപ്പോൾ പരിഗണിക്കാനിരിക്കുന്നത്. അപ്പോഴാണ് സുപ്രീം കോടതി പറയുന്നത്, നിങ്ങളൊരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലാണ് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ സുപ്രീം കോടതി അനുമതി നൽകുന്നത്. അങ്ങനെ അനുമതി നൽകുകയാണ് എങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അക്കാര്യത്തിലൊരു അണ്ടർടേക്കിംഗ് എഴുതി നൽകാൻ അഭിഷേക് മനു സിംഗ്വി തയ്യാറായിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ മറ്റന്നാൾ സ്വാഭാവികമായിട്ടും ഇതിന്മേൽ വിശദമായ വാദം കേൾക്കുമെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ, അതായത് ഒരു രാഷ്ട്രീയ നേതാവിന്, ആരാണ് ഈ രാഷ്ട്രീയ നേതാവ്? അദ്ദേഹം ഒരു ദേശീയ പാർട്ടിയുടെ, 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു ദേശീയ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാണ്. അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ജയിലിലിട്ടിരിക്കുന്നത് എന്നുള്ളത് സുപ്രീം കോടതി കാണുന്നു. എന്നിട്ട് സുപ്രീം കോടതി ചോദിക്കുന്നത്, കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് 2 വർഷം മുമ്പുള്ള ഒരു കേസിൽ ഈ ഘട്ടത്തിൽ നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? അന്നേരം ശ്രീ രാജു പറയുന്നത് എന്താണ്? ഇത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ പങ്കാളിത്തം സംബന്ധിച്ച് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ അത് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. കാരണം ഈ ഘട്ടത്തിലെല്ലാം തന്നെയും അരവിന്ദ് കെജ്രിവാളിൻ്റെ പേര് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ 100 കോടിയുടെ അഴിമതിയാണ് ആദ്യം പറഞ്ഞത്, ഇപ്പോൾ അത് 1100 കോടി രൂപയുടെ അഴിമതിയായി. അപ്പോൾ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആദ്യം 100 കോടി എന്ന് പറയുക, പിന്നീട് 1100 കോടി ആവുക എന്നുള്ളതും ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയൊക്കെയോ അരവിന്ദ് കെജ്രിവാളിനെ തിരികെ കയറ്റാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ അരുൺ, ഈ സുപ്രീം കോടതി, നമ്മളെന്ന് പറയുമ്പോൾ രാജ്യം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെയും BJP അതിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നു, അതിൻ്റെ ഉരുക്കുമുഷ്ടിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഉയരുന്ന ഘട്ടത്തിലാണ്. സുപ്രീം കോടതിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ കാര്യത്തിലോ സഫ്രണൈസേഷൻ എന്ന് പറയുന്ന വലിയ ആരോപണം നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ ഏതാണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ, ഒരുപക്ഷെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ സുപ്രീം കോടതി അങ്ങനെ ഒരു പ്രതിപക്ഷം, നമ്മളെപ്പോഴും താരതമ്യം പറയാറുള്ളത് എന്താണ്, റഷ്യയിൽ വ്ളാഡിമിർ പുടിൻ അദ്ദേഹത്തിൻ്റെ എതിരാളികളെ ജയിലിലിടുന്നതുപോലെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം 2 സംസ്ഥാന മുഖ്യമന്ത്രിമാരെ, പ്രതിപക്ഷത്തുള്ള 2 സംസ്ഥാന മുഖ്യമന്ത്രിമാരെ ജയിലിലിടുന്നു എന്നുള്ള ആക്ഷേപം നോക്കിയിരിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നീതിന്യായ പീഠത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സുപ്രീം കോർട്ട് ഷാൾ ഡു കംപ്ലീറ്റ് ജസ്റ്റിസ് എന്നുള്ളതാണ്. ഇത് അപ്പെക്സ് കോർട്ടാണ്, ഇതിന് മുകളിൽ വേറെ അപ്പീലില്ല. അങ്ങനെ ഒരു കോടതിയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് ജനാധിപത്യം പുലരുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആ സാഹചര്യത്തിലാണ് തങ്ങളുടെ മുമ്പിൽ ഹർജിയില്ലാതെ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പല കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിന് സമാനമായ വിധത്തിലുള്ള ഒരു ഇടപെടലാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ HR ഖന്ന അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ആർട്ടിക്കിൾ 21, അടിയന്തരാവസ്ഥ രാജ്യത്ത് നടപ്പിലാക്കിയാൽ ആർട്ടിക്കിൾ 21 ബാധകമാകില്ല എന്നുള്ള മെജോറിറ്റി വ്യൂക്കെതിരായിട്ട് ന്യൂനപക്ഷ വിധി എഴുതിയിട്ടുള്ള ആൾ, ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ചീഫ് ജസ്റ്റിസ് ആകാനുള്ള സീനിയോറിറ്റി ഉണ്ടായിരുന്നു. സീനിയോറിറ്റി മറികടന്ന് ചീഫ് ജസ്റ്റിസ് ആക്കാതെ പോയി. അപ്പോൾ ആ നിലയിൽ വ്യക്തിപരമായി മൈനോറിറ്റി വിധി എഴുതുന്നവരായാലും ഇത്തരത്തിൽ ധീരമായ നിലപാടെടുക്കുന്നവരായാലും നീതിന്യായ വ്യവസ്ഥ പുലരുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആ നിലയിൽ HR ഖന്നയുടെ ഒരു പിന്തുടർച്ചക്കാരനായിട്ട് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റിസ് ഖന്നയെ കാണാം. അത് ആ നിലയിൽ തന്നെയാണ് സുപ്രീം കോർട്ട് ഷാൾ ഡു കംപ്ലീറ്റ് ജസ്റ്റിസ് എന്നുള്ള നിലയിലേക്ക് ജസ്റ്റിസ് ഖന്ന എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഞാൻ കാണുന്നത് കാറ്റു മാറി വീശുന്നു എന്ന് തന്നെയാണ്. സത്താ ബസാർ ഇതിനകം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു 240+ ആണ് എന്ന്. കോൺഗ്രസ് 100 സീറ്റുകൾക്ക് മുകളിലേക്ക് കയറാൻ പോകുന്നു എന്നുള്ളത്. നോക്കൂ, ഇന്നിപ്പോൾ സാധാരണഗതിയിൽ കാണാത്ത ഒരു സ്ഥിതിവിശേഷം നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള ദില്ലിയുടെ തൊട്ടടുത്ത സംസ്ഥാനമായ ഹരിയാനയിൽ കാണാം. അവിടെ 3 നിയമസഭാ സാമാജികർ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ധൈര്യം വന്നു തുടങ്ങിയിരിക്കുന്നു പലർക്കും എന്നുള്ളതാണ്. പല മേഖലകളിലും നമുക്ക് ആ ധൈര്യം കാണാം. ഹിന്ദി ഭാഷയിലുള്ള വാർത്താ ചാനലുകളിൽ ആ മാറ്റം കാണാമെന്ന് അവിടെയുള്ളവർ പറയുകയാണ്. അപ്പോൾ ആ നിലയിലുള്ള മാറ്റങ്ങൾ എല്ലാ മേഖലകളിലുമുണ്ട്. കാറ്റ് മാറി വീശുന്നു എന്നുള്ള തോന്നലുണ്ട്. രാഷ്ട്രീയമായി എവിടെയാണ് കാറ്റ് മാറി വീശുന്നു എന്നുള്ളത്, അബ്കേ ബാർ 400 പാർ എന്ന മുദ്രാവാക്യം, 400 പാറിൻ്റെ സാങ്ക്ടിറ്റി എന്താണ്?
നിങ്ങൾക്ക് ഭരണഘടനാ ഭേദഗതിയാണ്. എന്തിനാണ് ഭരണഘടനാ ഭേദഗതി വരുന്നത്? RSS എല്ലാ കാലഘട്ടത്തിലും പറയുന്ന സംവരണം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് വലിയ പ്രചരണമായി ഇന്ത്യ ബ്ലോക്ക് രാജ്യമെങ്ങും വ്യാപിപ്പിക്കുകയാണ്. അതിനെതിരായ പ്രതിരോധം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എവിടെ എത്തുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ഏതായാലും ഞാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യത്തിന് ഒരു വളരെ അനുകൂലമായ രീതിയിലുള്ള വിധിയെഴുത്താകും ഇതാണെങ്കിൽ. അതായത് ഇടക്കാല ജാമ്യം കെജ്രിവാളിന്, അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസുകൾ മുന്നോട്ട് പോകണ്ടെന്നൊന്നും ആരും പറയുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ ബ്ലോക്കിൽ ആരും പറയുന്നൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് അനുവദിക്കുക, ആ ഭരണഘടനാ അവകാശം നൽകുക എന്ന് സുപ്രീം കോടതി വിധിക്കുകയാണെങ്കിൽ അത് വലിയ മാറ്റം. വെൽക്കം ബാക്ക്. മെയിൻ എഡിറ്റേഴ്സ് തുടരുന്നു. തീർച്ചയായും നീതിയുടെ ഒരു പ്രകാശം തിഹാർ ജയിലിലേക്ക് വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അരവിന്ദ് കെജ്രിവാളിനെ തേടി. പക്ഷേ അപ്പോഴും ഒരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ പക്ഷേ നിയമപരമായ ഒരു സാധ്യത. അരവിന്ദ് ഇന്ന് അഭിഷേക് മനു സിംഗ്വി ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ഇടക്കാല ജാമ്യം കിട്ടിയാലും എന്തുകൊണ്ടാണ് ഒരു മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയാതെ പോകുന്നത്? അതിന് നിയമപരമായ നിരോധനമില്ലല്ലോ. പക്ഷേ കോടതി പറയുന്നത് അത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാക്കും എന്നാണ്. നിങ്ങൾ ഭരണപരമായ ചുമതല നിർവഹിക്കുമ്പോൾ ഇപ്പോൾ നമ്മളോട് പറയല്ലോ, വിദേശയാത്ര നടത്താൻ പാടില്ല, പാസ്പോർട്ട് കണ്ടുകെട്ടണം, ഇന്നയാളെ കാണാൻ പാടില്ല. ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഒരുപാട് അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾ ഒരു അന്വേഷണത്തിന്റെ പരിധിയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ഒരു മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ഇടപെടാം, പല രീതിയിൽ സ്വാധീനമുണ്ടാക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇടക്കാല ബെയിലാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇറങ്ങേണ്ടി വരും. പക്ഷേ ഒരു കാര്യം കൂടി കോടതി പറയുന്നുണ്ട്, അത് അരവിന്ദ് കെജ്രിവാളിന് തീരുമാനിക്കാം. ഇടക്കാല ജാമ്യം വേണമോ അതല്ല ഇടക്കാല ജാമ്യം കിട്ടി മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിക്കണമോ അതല്ല ഇടക്കാല ജാമ്യം ഉപേക്ഷിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരണമോ ജയിലിനുള്ളിൽ എന്നുള്ളത് താങ്കൾക്ക് തീരുമാനിക്കാം എന്ന് അരവിന്ദ് കെജ്രിവാൾ പറയുന്നു. ഉപേക്ഷിക്കണം. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു പറ്റൂ ഇടക്കാല ജാമ്യം കിട്ടിയാൽ, യാതൊരു സംശയമില്ല. കാര്യം കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്ന് കോടതി പറയുന്നു. ഔദ്യോഗിക ചുമതല നിർവഹിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. രാജിവെക്കാന്നല്ല, നിങ്ങൾ മുഖ്യമന്ത്രി ചുമതലയിൽ നിന്ന് നിങ്ങൾക്ക് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഫയൽ നോട്ടം കഴിയില്ല. നിങ്ങൾക്ക് ആ പേപ്പർ ഒന്നും നീക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി എന്നതിൽ നിങ്ങൾക്ക് ഒപ്പിടാൻ പറ്റില്ല. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് പ്രവർത്തി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും ഭരണസമരം ഉണ്ടാവും. അവിടെയാണ് അരുൺ. അതായത് ഞങ്ങൾ കാണേണ്ടതെന്ന് വെച്ചാൽ 25-ാം തീയതി തെരഞ്ഞെടുപ്പാണ്. അതെ, പിന്നെ ഒരു ഗവൺമെന്റ് വരാനുണ്ട്. അതെ അതെ, ആ ഗവൺമെന്റ് ആരെന്നുള്ളതിനനുസരിച്ചിരിക്കും തീരുമാനം. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഞാൻ അതിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു. ഈ ഒരു പൊളിറ്റിക്കൽ ഒരു കാറ്റ് മാറി വീശുന്നുണ്ട് എന്നുള്ളതിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുമ്പോൾ തന്നെ ഇത് കോടതിയിൽ നടന്ന പല പ്രധാനപ്പെട്ട ചോദ്യങ്ങളും വളരെ വളരെ നിർണായക. ഈ ചോദ്യങ്ങൾ രൂക്ഷമായിട്ടാണ് ഇഡിയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഡിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. PMLA ആക്ടിലെ 19ാമത്തെ വകുപ്പ് പ്രകാരം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എല്ലാ തെളിവുകളും പരിശോധിക്കേണ്ടതല്ലേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ്? ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരാളെ സ്വതന്ത്രനാക്കാനോ ഇതിന് രണ്ടിനും പറ്റുന്ന തെളിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് സെലക്റ്റീവായി ഒരാളെ കുറ്റക്കാരനെന്ന് വിധിക്കാൻ വേണ്ടി മാത്രമുള്ള മെറ്റീരിയലുകൾ ഹാജരാക്കുന്നത് എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ SP രാജു അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറയുന്നുണ്ട്, അത് അയാളെ ഗിൽറ്റിയാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ആ മെറ്റീരിയൽ മാത്രം നോക്കിയാൽ പോരെ. അവിടെ തിരുത്തുകയാണ്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു എക്സിക്യൂട്ടീവ് അറസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ആർട്ടിക്കിൾ 21 നിങ്ങൾ എടുത്തിരിക്കുന്നു. ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്, ഇതൊരു ഹാർവെസ്റ്റിംഗ് സീസൺ അല്ല. സാധാരണ എല്ലാ വിളവെടുക്കാൻ ഒരു 6 മാസം കൂടുമ്പോൾ വിളവെടുക്കാൻ പറ്റും. പക്ഷേ 5 വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു സാധാരണമായ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ആ സാധാരണമായ സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ദേശീയ പാർട്ടിയുടെ 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെ ദേശീയ അധ്യക്ഷന്, ഒരു ഇലക്റ്റഡ് CMന്, എന്നിട്ട് പറയുന്നുണ്ട് ഹാബിച്വൽ ഒഫൻഡർ അല്ല, ഒരു സ്ഥിരം കുറ്റവാളിയല്ല ഈ മുഖ്യമന്ത്രി, ഇലക്റ്റഡ് CM ആണ്. അതുകൊണ്ട് ഈ സീസണിൽ നിങ്ങൾക്ക് ഇടക്കാല ജാമ്യം കൊടുക്കുന്നതിനെ കുറിച്ചാണ് കോടതി ആലോചിക്കുന്നത്. അപ്പോൾ SP രാജുവും തുഷാർ മേത്തയും കൂടി ചോദിക്കുന്നുണ്ട്, ഇതൊരു തെറ്റായ സന്ദേശം നൽകും. കാരണം ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ നിങ്ങളൊരു പ്രത്യേക ക്ലാസ് ആയിട്ട് കണ്ടാൽ, ഒരു പ്രത്യേക വർഗമായി കണ്ടാൽ, സാധാരണക്കാരനിൽ നിന്ന് അന്യമായി നിൽക്കുന്ന അവകാശം ഒരു പ്രത്യേക വർഗത്തിനുണ്ട് എന്നുള്ളതൊരു കീഴ്വഴക്കമായി വരും എന്നാണ്. അവിടെയാണ് കോടതി വീണ്ടും ഇടപെട്ട് പറയുന്നത്, ഇതൊരു ഹാർവെസ്റ്റിംഗ് സീസണെ പോലെയല്ല, ഇതൊരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സാധാരണമായ സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ വ്യാഴാഴ്ച ഇടക്കാല ജാമ്യം സുപ്രീം കോടതി സജീവമായി പരിഗണിക്കുന്നുണ്ട് എന്ന് സുപ്രീം കോടതി പറയുന്നത്. ഇത് വളരെ നിർണായകമായ ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും BJPയുടെ ഭാഗത്തു നിന്നുള്ള മറുപ്രചരണം ഉണ്ടാവും. പക്ഷേ ആ മറുപ്രചരണം ഡൽഹിയിലോ ഹരിയാനയിലോ പഞ്ചാബിലോ ഗുജറാത്തിലോ ആ അർത്ഥത്തിൽ ജനങ്ങൾ വിശ്വസിക്കുമെന്ന് കരുതുക അസാധ്യമാണ്. കാരണം ഇപ്പോൾ തന്നെ ഹരിയാനയിൽ നേരത്തെ പറഞ്ഞു വെക്കുന്നൊരു വലിയ മാറ്റം അവിടെ സംഭവിക്കുന്നു. ഹരിയാനയിൽ 2ാം സ്ഥാനത്ത് സീറ്റ് വൈസ് നിൽക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്.
എനിക്കൊന്ന് INLD കഴിഞ്ഞാൽ പിന്നെ നിൽക്കുന്നത് 26 സീറ്റുകളുമായി ആം ആദ്മി പാർട്ടി. അത് കഴിഞ്ഞാണ് പിന്നീട് മറ്റു പാർട്ടികൾ വരുന്നത്. പഞ്ചാബിലാണെങ്കിൽ 42% വോട്ടാണ് പഞ്ചാബിൽ മാത്രം ആം ആദ്മി പാർട്ടിക്കുള്ളത്. എവിടെ? നിയമസഭയിലേക്ക്. നമ്മൾ ഗുജറാത്തിലേക്ക് വന്നാൽ അവിടെ കമ്പൈൻഡ് വോട്ടിൽ 40% ഉണ്ട്. പക്ഷേ അത് മറികടക്കാൻ കഴിയില്ല. BJP അവിടെ ഒരു ശക്തിയാണ്. പക്ഷേ ചിലയിടങ്ങളിലെങ്കിലും ഈ ക്ഷത്രിയ സമാജത്തിൻ്റെ വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായിട്ട് ടിൽറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എനിക്ക് തോന്നുന്നത് തീർച്ചയായും അരവിന്ദ് കെജ്രിവാൾ ഈ 3ാം ഘട്ടത്തിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് റിലീസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് 3ഉം 4ഉം ഡൽഹിയുടെ ഇലക്ഷൻ നടക്കുന്നത് 5ാം ഘട്ടത്തിലാണ്. അല്ല, 4ഉം 5ഉം 6ഉം 7ഉം അതിൽ 5ാം ഘട്ടത്തിലാണ് ഡൽഹിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ആ 5ാം ഘട്ടത്തിൽ ഒരു പുതിയ ഉണർവ് നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും പ്രതീക്ഷയുടെ ഒരു നീതിയുടെ പ്രകാശം തിഹാർ ജയിലിലേക്ക് വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി EDക്ക് അല്ലെങ്കിൽ ഇതിന് മറികടക്കണമെങ്കിൽ EDക്ക് 2 കാര്യങ്ങൾ കൊടുക്കണം. ഒന്ന്, ഈ മെറ്റീരിയൽ ഇൻ പൊസഷനിൽ ഉള്ളതിൽ ഈ പറയുന്ന പണം, അതായത് കുറ്റകൃത്യം ചെയ്ത പണം കണ്ടെത്തണം. പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഹാജരാക്കേണ്ടി വരും. അത് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. നിർണായകമായ ചില മൊഴികളുണ്ട്. ആ മൊഴികളെക്കുറിച്ച് കോടതി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ മൊഴി കിട്ടിയെന്ന് പറയുന്നത് എന്താ? 12/11/2022 കിട്ടിയതാണ് ഈ മൊഴി. എന്നിട്ട് ആ മൊഴിയും കൈവച്ച് 2 വർഷം ഇരുന്നത് എന്തിനാണ് നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അന്വേഷണത്തിൻ്റെ ഇടവേളയിലാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ അത് കോടതിക്കൊട്ടും ബോധ്യം വരുന്നില്ല. തീർച്ചയായും അത് വളരെ നിർണായകമാണ്. ഈ ഘട്ടത്തിൽ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വിധിയായി മാറും എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. സ്മൃതിയിലേക്ക് ഞാൻ വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. മെയിൻ ഡീറ്റെയിൽസ് തുടരുന്നു. സ്മൃതി, ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. വിധി ഉണ്ടായില്ല. പക്ഷേ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന പരാമർശങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അത് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്, ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് കേജ്രിവാളിൻ്റെ അറസ്റ്റ് അസാധാരണ സാഹചര്യമാണെന്ന് കോടതിക്ക് എന്നെ ബോധ്യമായിരിക്കുകയാണ്. അപ്പോൾ സ്ഥിരം കുറ്റവാളിയല്ല എന്നുള്ള കാര്യം പറയുന്നു. EDയെ വിമർശിക്കുന്നു പല ഘട്ടങ്ങളിലും. ക്യാമ്പയിൻ നടത്താൻ ജാമ്യം അനുവദിക്കുന്നത് പരിഗണിക്കാമെന്ന് കോടതി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. മെയ് 25-നാണ് ഡൽഹി തിരഞ്ഞെടുപ്പ്. 20 വരെ അദ്ദേഹം ജയിലിൽ തന്നെയാണ്. അപ്പോൾ 25-ന് തിരഞ്ഞെടുപ്പ് ഡൽഹിയിൽ, ജൂൺ 1-ന് പഞ്ചാബിൽ തിരഞ്ഞെടുപ്പ്. ഈ ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് പുറത്തേക്ക് ഇറങ്ങാനാവുക എന്നാൽ അതൊരു വലിയ ഇരപരിവേഷം എന്നല്ല, ഒരു ഹീറോ ആയിട്ടാണ് അദ്ദേഹത്തെ കാണുക എന്നുള്ള കാര്യം ഉറപ്പാണ്. കേജ്രിവാളിന് കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാൻ അറിയാം. ജയിലിൽ അനുഭവിച്ചത്, തന്നെ കേസിൽ കുടുക്കിയത്, ഇതൊക്കെയായിരിക്കും ഈ പ്രചാരണത്തിൽ അദ്ദേഹം പറയാൻ പോകുന്നത്. ശക്തമായ വാദങ്ങളായിരിക്കും അത്. ഈ പ്രതിപക്ഷ നിരയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരുമിച്ച് ഒരു ക്യാമ്പയിൻ അല്ലേ, ആ നിലയ്ക്ക് തന്നെ അത് പോകും. അടുത്ത 4 ഘട്ടങ്ങൾ, ആ 4 ഘട്ടങ്ങളിലും അദ്ദേഹത്തിന് ഇറങ്ങാനായാൽ അത് വലിയ മാറ്റം ഉണ്ടാക്കുമെന്നാണ് കരുതുന്നത്. അപ്പോൾ അതിനിടയിൽ തന്നെ അത് തടയാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ കേസിലെ എല്ലാ പ്രതികളെയും ഒരുപോലെയാണ് ഞങ്ങൾ പരിഗണിക്കുന്നതെന്നൊക്കെ തുഷാർ മേത്ത പറയുന്നു. 2022 ഗോവ ഇലക്ഷൻ കാലത്ത് കേജ്രിവാൾ ആഡംബര ഹോട്ടലായ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ താമസിച്ചിരുന്നു. അതിൻ്റെ ബിൽ കൊടുത്ത് ആ ക്യാമ്പയിന് പണം സ്വീകരിച്ചായി ആരോപണമുയർന്ന ചൻപ്രീത് സിംഗ് ആണെന്നും EDയുടെ അഭിഭാഷകൻ വാദിച്ചു. ഇതൊക്കെയാണ് ഇവരുടെ വാദങ്ങൾ. പിന്നെ ഈ ഫോണുമായി ബന്ധപ്പെട്ട് 176 ഫോണുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ കയ്യിലൊന്നുമില്ല. അപ്പോൾ ഇനി അടുത്ത വാദം തുടരുമ്പോൾ 20-ാം തീയതി ഇനിയും വരും, വാദം തുടരുന്നു. അന്ന് തന്നെ കിട്ടുമെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ പിന്നെ 25 ഡൽഹി തിരഞ്ഞെടുപ്പിന് ശേഷം കിട്ടുന്നതിൽ കാര്യമില്ലല്ലോ. അതിന് മുന്നേ കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇതുവരെ കയ്യിലൊന്നുമില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ? ED ഓരോ ഉന്നയിക്കുന്ന ആരോപണങ്ങളായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ നയവുമായി ബന്ധപ്പെട്ടാണ് ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. കോടതി ഇതുവരെ ഈ കാര്യത്തിൽ അനുകൂലമായൊരു കാര്യവും പരാമർശിച്ചിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാര്യം ഒരു പ്രതീക്ഷ നൽകുന്നു. പക്ഷേ 20-ാം തീയതി വരെ അദ്ദേഹം ജയിലിൽ കിടക്കുന്നു എന്നുള്ളത് ഒരു വിഷമമുണ്ടാക്കുന്ന കാര്യം. മാത്രമല്ല, ഈ വിദ്വേഷ പ്രസംഗത്തിൻ്റെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എക്സിറ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് BJPയുടെ പ്രസംഗം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് എപ്പോഴാണെന്നറിയോ? അവസാനഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ ലാസ്റ്റ് മണിക്കൂർ, അതായത് 3ാം ഘട്ട പ്രചരണത്തിന്റെ അവസാന മണിക്കൂറിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, ഇപ്പോൾ കർണാടകയിലെ 14 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ ഘട്ടത്തിന് ഏറ്റവും ഒടുവിലാണ് ആ മുട്ടയിടുന്ന അതെ അതായത് മുസ്ലിം പക്ഷിക്ക് ഭക്ഷണം കൊടുക്കുന്ന കോൺഗ്രസ്സുകാരൻ. അത് അവസാന നിമിഷമാണ്. കാരണം അതല്ലെങ്കിൽ നോക്കൂ, കർണാടകയിലെ ഒരു കർണാടകയിലെ BJP പ്രചരിപ്പിച്ചതാണ്. മഹാരാഷ്ട്രയിലെ പോസ്റ്റർ, മറാഠിയിൽ എഴുതിയിരിക്കുന്ന പോസ്റ്റർ ഭാരതത്തിനാണോ അതോ നിങ്ങൾ പാകിസ്ഥാനാണോ വോട്ട് ചെയ്തത്? ഇതിലൊന്നും നടപടി ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ BJPയുടെ കാര്യത്തിൽ BJPക്ക് കൊടുത്തിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുന്ന നോട്ടീസിൽ മറുപടി പറഞ്ഞിട്ടില്ല. സമയം വീണ്ടും ചോദിച്ചിരിക്കും. അടുത്ത ഘട്ടം കൂടി ഇത് പറയാനുണ്ട്, ഇനിയും കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിയാൽ പ്രതീക്ഷയാണോ എന്ന ചോദ്യത്തിന് തീർച്ചയായും പ്രതീക്ഷയാണ് എന്ന് 4 പേർ. മീഡിയ ഡീറ്റെയിൽസ് ഇന്നിവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും കണ്ടുമുട്ടാം നാളെ. ഗുഡ് നൈറ്റ്, ശുഭരാത്രി. ഗുഡ് നൈറ്റ്.
Editors.